ബംഗളൂരുവിലെ വ്യോമസേന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട മർദ്ദന കേസിൽ വിംഗ് കമാൻഡർ ശൈലാദിത്യക്കെതിരെ കേസെടുത്തു. കൊലപാതക ശ്രമത്തിനാണ് കേസെടുത്തത്. വ്യോമസേന ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ ബൈക്ക് യാത്രക്കാരനെതിരെ കേസെടുത്തിരുന്നു. കെ.ബി. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ശ്രീധരൻ, സജീഷ് മാർഷൽ, ഇന്നലെ രാവിലെയാണ് നടു റോഡിൽ വെച്ച് വ്യോമസേന ഉദ്യോഗസ്ഥനും ഒരു ബൈക്ക് യാത്രക്കാരും തമ്മിൽ പോരടിക്കുന്നത്. ബൈക്ക് ഈ വ്യോമസേന ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച കാറിൽ ഉരസി എന്ന് പറഞ്ഞായിരുന്നു തർക്കം തുടങ്ങിയത്. ഇതിന് പിന്നാലെ ഏതാണ്ട് ഉച്ചയോടുകൂടി ഈ ചോരയൊലിപ്പിക്കുന്ന മുഖമുഖിയായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വ്യോമസേന ഉദ്യോഗസ്ഥനായിട്ടുള്ള ശൈലാദിത്യ ബോസ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഈ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തിനെതിരെ കൊലപാതക ശ്രമത്തിൽ ഉൾപ്പെടെ കേസും രജിസ്റ്റർ ചെയ്തു. ഏതായാലും പിന്നീടാണ് ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. വൈകിട്ടോടുകൂടി തന്നെ ഈ സംഭവം നടന്ന മർദ്ദനം നടന്ന സമീപത്ത് നിന്ന് ഒരു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതിൽ ശൈലാദിത്യ ബോസ് ഈ യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതോടുകൂടിയാണ് ഈ ശൈലാദിത്യ ബോസിനെതിരെ വ്യാപക പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്നത്. തുടർന്ന് ഗത്യന്തരമില്ലാതെ പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയാണ്. ഏതായാലും കന്നഡ വികാരം ഇളക്കി വിടാനുള്ള ഒരു ശ്രമമൊക്കെ, അല്ലെങ്കിൽ അതിനെതിരെയുള്ള ശ്രമമൊക്കെ ശൈലാദിത്യ ബോസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ആർമിക്കാരന് പോലും ഇങ്ങനെയാണ് ഒരു അവസ്ഥയെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ ബംഗളൂരു നഗരത്തിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ടായിരുന്നത്. ഇതിനെതിരെ വ്യാപക വിമർശനമാണ് ഇപ്പോൾ ഉയർന്നത്. വ്യോമസേന തന്നെ നേരിട്ട് പോലീസിൽ പരാതി നൽകുകയും ഇയാൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഈ കേസിലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വ്യോമസേന ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തിരിക്കുന്നതും വകുപ്പ് തല അന്വേഷണവും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് നിലവിലെ സൂചന. കെ.ബി. ശ്രീധരനാണ് ബംഗളൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.